വായിക്കാം നമുക്ക് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവചനം. മാത്യു ചാപ്റ്റർ 28 വേർഡ് 19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. All authority has been given to me in heaven and on earth. Go therefore and make disciples for all the nations. യേശു കർത്താവ് തൻ്റെ സ്വർഗാരോഹണ സമയത്ത് ഒലിവുമലയിൽ നിന്നുകൊണ്ട് പറഞ്ഞ അതിപ്രധാനപ്പെട്ട അതിശ്രദ്ധേയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചന സത്യമാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. This word is the great commission and the instruction of our Lord Jesus Christ. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സഭയ്ക്കും ദൈവജനത്തിനും നൽകിയ അതിമഹത്തായ ഒരു നിയോഗമാണ്. ഇന്നത്തെ സന്ദേശം തന്നെ നിങ്ങൾ അറിയേണ്ടതായ അതിപ്രധാനപ്പെട്ട സത്യം എന്ന വിഷയമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. അതിനു വേണ്ടിയാണ് ഈ വേദഭാഗം ഞാൻ വായിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് കരയേറി പോകുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ നോക്കി നിൽക്കുമ്പോൾ മേഘങ്ങളിൽ കർത്താവ് എടുക്കപ്പെടുമ്പോൾ ഇരു കരങ്ങളെ ഉയർത്തി അല്ലെങ്കിൽ അധരങ്ങളെ തുറന്ന് യേശു കർത്താവ് ശിഷ്യഗണത്തോട് പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്, ഞാൻ നിങ്ങളെ അറിയിച്ചത് ഒക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം, അനുസരിക്കുവാൻ തക്കവണ്ണം ജനങ്ങളെ ഉപദേശിക്കുക, പഠിപ്പിക്കുക. അങ്ങനെ ദൈവവചനത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കി ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്നവരെ ശിഷ്യന്മാർ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അവരെ പ്രയോജനപ്പെടുത്തുക. ഒരു കാര്യത്തിൽ നിങ്ങൾ അധൈര്യപ്പെടണ്ട, ഒരു കാര്യത്തിൽ നിങ്ങൾ ആകുലപ്പെടണ്ട. ഞാനോ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. The text for today's meditation is taken from Matthew chapter 28 verse 19. While Jesus was ascending up to heaven, he stretched forth his hands and told his disciples, go therefore and make disciples of all the nation, baptizing them in the name of the Father and of the Son and of the Holy Spirit. And those people who accept those teachings, they should be taught well and they need to observe all those things, and such people will be called disciples. And the Lord says, do not fear of anything, because I am with you always, even to the end of the age. So today's message is the truth which all should know. This is the great commission by the Lord. എന്താണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം? ഒന്നും കൂടെ ആ പദം ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്, ഞാൻ നിങ്ങളെ ഉപദേശിച്ചത്, ഞാൻ ഈ വചനം നിങ്ങൾക്ക് തന്നത് കേട്ടുകൊണ്ടിരിക്കുവാൻ മാത്രമല്ല, കേട്ടുപോകാൻ മാത്രമല്ല, ഇന്നും നല്ല മെസ്സേജ് ആയിരുന്നു എന്ന് പറയാൻ മാത്രമല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്, ഞാൻ നിങ്ങളെ ഉപദേശിച്ചത്, നിങ്ങൾ അത് പ്രമാണിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് തന്ന കൽപ്പനകളിൽ, യേശു കർത്താവ് തന്ന ഉപദേശത്തിൽ അതിപ്രധാനപ്പെട്ട 3 സത്യങ്ങൾ ഇന്നത്തെ ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുകയാണ്. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു. വായിക്കാം പാസ്റ്റർ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ
നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ഇന്ന് യേശു കർത്താവ് കൽപ്പിച്ച അതിപ്രധാനപ്പെട്ട സത്യങ്ങൾ ഏറ്റെടുക്കേണ്ടത്, അനുസരിക്കേണ്ടത്, പാലിക്കേണ്ടത്. പറയാൻ തുടങ്ങിയാൽ ഒരു സഭായോഗമല്ല, 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ അല്ല, ഇപ്പോഴെങ്ങും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം അതത്ര വലുതാണ്, അത്ര ആഴമുള്ളതാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിനകത്തുനിന്ന് മാത്രം യേശു കർത്താവ് പറഞ്ഞ അതിപ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, പദങ്ങൾ വിട്ടുപോകരുത്, വിമർശിച്ച യഹൂദന്മാരുണ്ടായിരുന്നു, അവരായിരുന്നു മെജോറിറ്റി. പക്ഷേ അതിൻ്റെ ഇടയിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിനകത്ത് നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. കർത്താവ് തന്ന ഗ്രേറ്റ് കമ്മീഷൻ എന്താണ്? സകലരെയും എൻ്റെ ശിഷ്യന്മാരാക്കുക. ഒരു വ്യക്തി ദൈവകൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിക്കുമ്പോൾ അവൻ വിശ്വാസിയായി തീരുകയല്ല, അവൻ കർത്താവിൻ്റെ ശിഷ്യനായി തീരുകയാണ്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ശിഷ്യത്വമാണ്. ഹല്ലേലൂയ. ശിഷ്യത്വം ഇല്ലാതെ ക്രിസ്ത്യാനിത്വം ഇല്ല. വായുകൾ തുറന്ന പദം ഒന്ന് പറയാമോ? ലൈവ് ചാറ്റിൽ ആരെങ്കിലും എഴുതിയിടാമോ? ശിഷ്യത്വം ഇല്ലാതെ ക്രിസ്ത്യാനിത്വം ഇല്ല പ്രിയരെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 11:26 അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേർ ലഭിച്ചു. ആരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്? കർത്താവിൻ്റെ ശിഷ്യന്മാർ. അപ്പോൾ എന്നെ ഐ എം എ ക്രിസ്ത്യൻ എന്നെനിക്ക് പറയാൻ കഴിയണമെങ്കിൽ ഞാൻ ആരായി തീരണം? ഞാൻ കർത്താവിൻ്റെ ശിഷ്യനായി തീരണം, ഞാൻ കർത്താവിൻ്റെ ശിഷ്യയായി തീരണം. ദൈവരാജ്യത്തിൽ നിങ്ങളായിരിക്കുന്നു എങ്കിൽ, ദൈവകൽപ്പന നിങ്ങൾ അനുസരിച്ചിരിക്കുന്നു എങ്കിൽ, ദൈവ വഴിയിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനപ്പെട്ട സത്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. മറുഭാഗത്ത് നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യനാണ്, നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യയാണ്. ചേർന്ന കൈകളെ ഒന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ യോഹന്നാൻ 8:31 യേശു പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് നിങ്ങൾ എൻ്റെ വചനത്തിനകത്ത് നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അതേ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഒരു കൽപ്പനയായി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഒന്നാമത് യേശു പറഞ്ഞു, നിങ്ങൾ വചനത്തിനകത്ത് നിന്നാൽ. വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട്, വിശ്വാസത്തിലേക്ക് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ യഹൂദന്മാരും വിമർശിക്കുമ്പോൾ, എല്ലാ യഹൂദന്മാരും പരീക്ഷിക്കുമ്പോൾ, പല യഹൂദന്മാരും അവനെ ക്രൂശിക്കാനായി ആലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് കുറേ പേരെന്നെ വിശ്വസിച്ചല്ലോ, അതുകൊണ്ട് എങ്ങനെയും ആയിക്കോ എന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ വിശ്വസിച്ചതിൽ സന്തോഷമുണ്ട്, പക്ഷെ വിശ്വസിച്ച നിങ്ങൾ എൻ്റെ വചനത്തിനകത്ത് നിൽക്കണം. വിശ്വസിച്ച നിങ്ങൾ എൻ്റെ വചനത്തിനകത്ത് നിലനിൽക്കണം. എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, അടുത്തൊരു കൂട്ടത്തോട് പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ വചനത്തിൽ നിന്നാൽ മാത്രം പോരാ. വിശ്വസിച്ചവർക്ക്, ദൈവവചനത്തിൽ നിൽക്കുന്നവർക്ക് തമ്മിൽ സ്നേഹം ഉണ്ടാകണം. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അതേ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് 3-ാമത്തെ കാര്യം പറയുന്നു: നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എത്ര പേർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു? ഈ ഞായറാഴ്ച എന്നെ കാണുന്ന എത്ര പേർ ദൈവകൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിച്ചിരിക്കുന്നു? ആ ദൈവകൽപ്പന സ്വീകരിച്ചവർ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, യേശു കർത്താവിനാൽ വേർതിരിക്കപ്പെട്ടവർ അവൻ്റെ ശിഷ്യനാണ്, അവൻ്റെ ശിഷ്യയാണ് എന്ന സത്യത്തെ തിരിച്ചറിയുക. അവർക്കുണ്ടാകേണ്ട അതിപ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി സ്നേഹമാണ്, തമ്മിലുള്ള സ്നേഹമാണ്. അവരിൽ നിന്ന് പുറപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ബലമാണ്. ആ ബലം അവരിൽ നിന്ന് പുറപ്പെടുമ്പോഴാണ് അവരെ വിളിച്ച പിതാവായ ദൈവം അവരിൽ മഹത്വപ്പെടുന്നത്. അങ്ങനെ
ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ന് പറയുന്നത്. Amen. 3 important truths we need to understand with regard to the truth of the word of God. First is John 8:31. It says, Jesus said to the Jews who believed in him. It's specifically said Jews who believed in him, not those who criticized those who believed in Jesus. If you continue in my word, then you are my disciples indeed. So by taking water baptism, you just don't become a believer, you become a disciple of Jesus Christ. As the pastor said, Christianity is not just a religion, but it is a call to discipleship. Acts 11:26, you find disciples were the people who were called as Christians at Antioch. And when you accept Jesus Christ, when you believe in Jesus Christ, you first become a child of God. You enter into the house of God, and then from there you progress by obeying the teachings and the word of the Lord. By being rooted in the word of the Lord, you become a disciple of Jesus. And as you move further, John 13:35, it says, if you love one another, men will know you are my disciple. That means not just believing in Jesus Christ, not just becoming a disciple by being rooted in the word of God. From there, a person need to progress into a person who loves one another, and with that, people around come to know that, oh, this person is a disciple of Jesus because he is manifesting that love of God. Again, we improve from there. We move forward. John 15:8, it says that by this my Father will be glorified, that you become you bear fruit and prove to be my disciples. Another important aspect of discipleship is that you continue in the word of God and you progress by being in the Holy Spirit, and you produce the fruit of the Spirit. And when you produce the fruit of the Spirit, you glorify God, and a person proves to be the disciple of Jesus. ഒന്നാമതായി വിശ്വസിച്ചവർ വചനത്തിൽ നിലനിൽക്കുക. ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, വിശ്വസിച്ചവർ വചനത്തിൽ നിൽക്കുക. വിശ്വസിച്ചവർ വചനത്തിൽ നിൽക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ദൈവവചനത്തിന്റെ പ്രാധാന്യത എന്ത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. ആദിയിൽ in the beginning was the word, and the word was with God, and the word was God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. എല്ലാവരും വായകൾ തുറന്ന് പറഞ്ഞേ, വചനം ദൈവമാണ്. വചനം ദൈവമാണ്. വചനം ദൈവമാണ്. വചനം ദൈവമാണ്. വചനം ദൈവമാണ്. ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്നും ആ വചനം ദൈവമായിരുന്നു എന്നും പറഞ്ഞിട്ട് താഴേക്ക് വായിക്കുമ്പോൾ ആ സത്യം അവിടെ വ്യക്തമാക്കുന്നു. പ്രിയരെ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നെന്നും അവൻ എന്ന് വചനത്തെ വീണ്ടും ആ വചനമെന്ന് പറഞ്ഞിട്ട് അവനെന്ന് ആ വചനത്തെ വിശേഷിപ്പിക്കുന്നു. 2-ാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നല്ലേ, ഹല്ലേലൂയ. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. പെട്ടെന്ന് ആ വചനം എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ അവൻ എന്ന പദം ചേർക്കുകയാണ്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന, സേവിക്കുന്ന ദൈവം വചനമാണ്. വാ തുറന്ന് പറഞ്ഞ്, യേശു വചനമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് വചനം കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് എനിക്ക് യേശുവിനെ താല്പര്യമില്ല എന്നാണ്. ഒരു വ്യക്തി വചനത്തോട് മറുതലിപ്പ് കാണിച്ചാൽ അവൻ യേശു ക്രിസ്തുവിനോടാണ് മറുതലിപ്പ് കാണിക്കുന്നത്. ഒരു വ്യക്തി വചനത്തെ സ്നേഹിക്കുന്നെങ്കിൽ, വചനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ വ്യക്തി
ദൈവത്തെയാണ്, യേശുവിനെയാണ് സ്നേഹിക്കുന്നത്. ഒരു വ്യക്തി വചനം അനുസരിക്കുന്നെങ്കിൽ ആ വ്യക്തി യേശു ക്രിസ്തുവിനെയാണ് അനുസരിക്കുന്നത്. പ്രിയരെ, ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് കേൾക്കുവാനും ഈ വചനം നമുക്കറിയുവാനും ഈ ദൈവശബ്ദം നമുക്ക് സ്വീകരിപ്പാനും സ്വർഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായിട്ടൊന്ന് നന്ദി പറയുമോ പ്രിയരെ? ജ്ഞാനികൾക്കും വിവേകികൾക്കും മറവായിരുന്നതിനെ ശിശുക്കളായ നമുക്ക് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തിയില്ലേ? ആ വെളിപ്പെടുത്തലുകൾക്കായി, ആ വെളിപ്പാടുകൾക്കായി ദൈവത്തിന് നന്ദി പറയണം. ഈ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം എത്രയോ കുടുംബങ്ങളെ വിടുവിച്ചിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം എത്രയോ കോടാനുകോടി ജനങ്ങളെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു പുസ്തകമോ, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു മാസികയോ, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു മാഗസിനോ നിങ്ങൾ ഒരു തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നും. രണ്ടാമത്തെ തവണ വായിക്കുമ്പോൾ ഇൻട്രസ്റ്റ് കുറഞ്ഞു തുടങ്ങും. മൂന്നാമത്തെ തവണ നിങ്ങൾ വായിച്ചെന്നിരിക്കും, വായിച്ചില്ലെന്നിരിക്കും. നാലാമതും അഞ്ചാമതും വായിക്കുവാൻ നിങ്ങൾ ഒരിക്കലും താല്പര്യപ്പെടുകയില്ല. പക്ഷെ എത്ര വായിച്ചാലും, എത്ര പ്രസംഗിച്ചാലും, എത്ര പ്രചരിപ്പിച്ചാലും തീരാത്ത കലവറയുണ്ടെങ്കിൽ, ഒഴുകുന്ന ഒഴുക്കുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇതൊരു സാഗരമല്ല, അതിനേക്കാൾ അപ്പുറമാണ്. പ്രിയരെ, ഈ ദൈവത്തിൻ്റെ വചനം എത്രയോ കുടുംബങ്ങളെ വിടുവിച്ചു, എത്രയോ പാപികളെ രക്ഷിച്ചു, എത്രയോ രോഗികളെ സൗഖ്യമാക്കി, എത്രയോ ശാപഗ്രസ്തരെ അനുഗ്രഹത്തിലേക്ക് നയിച്ചു. ഇന്നും ഈ പുസ്തകത്തെ എടുത്തുയർത്തി പറയാൻ കഴിയുമോ? ഈ പുസ്തകത്തെ ഉയർത്തിയവരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തെ ചുമന്നവരെ ദൈവം ചുമന്നിട്ടുണ്ട്. ഈ പുസ്തകത്തെ മാനിച്ചവരെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തെ വഹിച്ചവരെ സ്വർഗത്തിലെ ദൈവം അവരെയും അവരുടെ തലമുറകളെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ളത് എന്തെങ്കിലും ഒന്ന് സ്വർഗത്തിലുണ്ടെങ്കിൽ, സ്വർഗത്തിലുള്ളത് എന്തെങ്കിലും ഒന്ന് ഭൂമിയിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. കാരണം ഇതിൻ്റെ ഒറിജിനൽ കോപ്പി, ഇതിൻ്റെ ട്രൂ കോപ്പി ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. അതാ ബൈബിൾ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഏതെങ്കിലും ഒരു പുസ്തകം സക്സസ് ആയാൽ, ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം 1,00,000 കോപ്പി വിറ്റഴിച്ചാൽ പുള്ളിക്ക് ഇൻട്രസ്റ്റ് തോന്നി അതിൻ്റെ സെക്കൻഡ് പാർട്ട് പുള്ളി കൊണ്ടുവരും. ഏതെങ്കിലും ഒരു മൂവി, ഏതെങ്കിലും ഒരു സിനിമ സക്സസ് ആയാൽ, അത് ലക്ഷങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സംവിധായകൻ, അതിൻ്റെ നിർമ്മാതാവ്, അതിൻ്റെ കഥാകൃത്ത്, സ്തോത്രം, അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ആ മൂവിയുടെ പാർട്ട് 2 കൊണ്ടുവരും. എന്നാൽ പാർട്ട് 2 ഇറങ്ങാത്ത സക്സസ് ആയ ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. പാർട്ട് 2 ഇറങ്ങാത്ത, എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന, മാറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം കേൾക്കുന്നത് ഒരു അനുഗ്രഹമാണ്. ഈ വചനം സ്വീകരിക്കുന്നത് അനുഗ്രഹമാണ്. ഈ വചനം പ്രസംഗിക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. ഈ വചനം പ്രസംഗിക്കുന്നത്, ഈ വചനം നാവിലെടുക്കുന്നത് ഒരു മഹാഭാഗ്യമാണ്. ദൈവത്തിന്റെ വചനത്തിനായി ആ കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതാ പ്രിയരേ, 55:11 പ്രവാചകൻ പറഞ്ഞത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കും. ഇന്ന് ഈ മെസ്സേജ് സൂമിൽ കാണുന്ന പ്രിയരെ, യൂട്യൂബിൽ കേൾക്കുന്നവരെ, ഫേസ്ബുക്കിൽ കേൾക്കുന്നവരെ, ഈ വചനം ദൈവത്തിൻ്റെ ദാസനിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ പുറപ്പെടുകയാണ്. ഈ പുറപ്പെടുന്ന വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഇരുവാഴ്ചയിലുള്ള ഏതു വാളിനേക്കായാലും മൂർച്ചയേറിയ പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ച മാംസങ്ങളെയും വിടുവിക്കുന്നത് വരെ തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനം. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ക്യാൻസറുകളെ സൗഖ്യമാക്കും. ദൈവത്തിന്റെ വചനം എത്ര മാറാ രോഗത്തെയും എടുത്തു മാറ്റും. ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവി ഏതും നിരാശനെയും പ്രത്യാശയുള്ളവനാക്കും. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നുവെങ്കിൽ കേൾക്കുന്ന വചനം ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ആക്ട് ചെയ്യും, നിങ്ങളിൽ പ്രവർത്തിക്കും. വചനം ക്രിയ ചെയ്യും, വചനം ക്രിയ ചെയ്യും. കാരണം സൂപ്പർസോണിക് ഫ്ലൈറ്റുകളെക്കായാലും ഈ ലോകത്തിലെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒന്നാണ് വെളിച്ചം, പ്രകാശം. പ്രകാശത്തെക്കായാലും അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് ഈ മെസ്സേജ് ഒരുപക്ഷെ അമേരിക്കയിലിരുന്നോ, കാനഡയിലിരുന്നോ, ഓസ്ട്രേലിയയിലിരുന്നോ, മൈലുകൾക്കപ്പുറത്തോ കിലോമീറ്ററുകൾക്കപ്പുറത്തോ ഒക്കെ ഇരുന്നായിരിക്കാം കേൾക്കുന്നത്. പക്ഷേ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ
എമ്മൗസിലേക്ക് പോയ കുടുംബം പറഞ്ഞതുപോലെ അവൻ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറഞ്ഞതുപോലെ നിന്റെ ആത്മാവിനെ തീ പിടിപ്പിക്കുന്ന, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന, നിന്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. In John 1:1 we find, in the beginning was the Word, and the Word was with God, and the Word was God. Verse 2, He was with God. It is none other than Jesus Christ. Jesus Christ is the Word which we preach. Jesus Christ is the Word which was there from the beginning. And when a person rejects the Word of God, he is actually rejecting Jesus Christ himself. When a person says that I don't want to hear the Word, he is literally saying I don't want Jesus Christ. But when a person accepts the Word of God, he is accepting Jesus Christ himself. When a person loves the Word of God, that person is loving Jesus Christ. And let us thank the Lord that the Word came into our midst, into our homes, into our life, and made such a great impact in our life. The wise of the world did not understand this Word, but it was delivered to you, delivered to all of us, we who are feeble, who are very child. It was revealed to us when it was concealed totally to the wise people of this word. And this word has delivered families out of the bondages and clutches of Satan. This word has made such a great transformation in lives of people. And as the pastor said, if there is something of heaven which has an exact copy on the face of the earth, that is only the Word of God. Yeah. It is there, eternal in heaven. That's why we say, even if the whole world passes away, my word will never change. Why? Because the exact copy is up there in heaven. It is eternal. It will not change even if the whole heavens and the earth passes away. And as the pastor said, Bible never had a second part. No second part for the Bible, because it continues its journey successfully, and never can any person make a second part of Bible, because it is unstoppable and is moving forward so successfully. And heavenly word, and the person who hears the word is blessed. A person who reads the word is blessed. Then how much more a person will be blessed if that person obeys the word. Such power is that. The word that proceeds from my mouth will not return back unless it does it work. As the pastor said, it moves so faster than light. When you are sitting somewhere in some part of the world and hearing this word, and please believe that it can travel so faster and can make changes in your life, in your children's life, in your family life. Whatever prayer you are praying, the word travels faster, and thus the miracle, the healing is imparted by this word. All the problems are solved by this word. This word is something which doesn't have any bondage, and it can break any bondage. നമ്മളൊരു മനുഷ്യനോട് നമ്മളുടേതായ കാര്യങ്ങൾ പങ്കുവെച്ചാൽ അന്നേരം ചിരിക്കും, സന്തോഷിക്കും ഒക്കെ ചെയ്യുമെങ്കിലും നമ്മളൊരു മനുഷ്യനോട് ദൈവത്തിൻ്റെ വചനം എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ നമ്മൾ അവിടുന്ന് പോയാലും വചനം അവിടുന്ന് പോകുകയില്ല. ആ വചനം ആ വ്യക്തിയിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവെക്കുന്നു. ആ കൂട്ടത്തിൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ആ വ്യക്തിയോട് യേശുക്രിസ്തു പറഞ്ഞതോ, പിതാവായ ദൈവം അറിയിച്ചതോ, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെടുത്തിയതോ ആയ ദൈവത്തിൻ്റെ വചനം ആ വ്യക്തിയോട് നിങ്ങൾ പങ്കുവെക്കുന്നുവെങ്കിൽ ആ വചനം ആ വ്യക്തിയിലും ആ വ്യക്തിയുടെ കുടുംബത്തിലും ക്രിയ ചെയ്യുവാനിട വരും. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ വ്യക്തമായി നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. ഞാൻ എന്ത് പർപ്പസോടുകൂടെയാണോ ഈ വചനം അയച്ചത്, ഞാൻ എന്ത് പർപ്പസോടുകൂടെയാണോ ഈ വചനം നിങ്ങളെ കേൾപ്പിച്ചത്,
അറിയിച്ചത് ആ വചനം അതിൻ്റെ ക്രിയ ചെയ്യും. പ്രിയരെ, നിങ്ങൾ ആരോടെങ്കിലും ദൈവവചനം പങ്കുവച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരോടെങ്കിലും ദൈവവചനം അറിയിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഒരു ബൈബിൾ സമ്മാനമായി കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഉറപ്പായും പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ആ വചനം അവനോട് സംസാരിക്കും. ആ വചനം ആ കുടുംബത്തോട് ഇടപെടും. ആ വചനം ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തും. നിങ്ങളുടെ മക്കൾ ഇന്നൊരു പക്ഷേ ഏറ്റെടുത്തില്ലെങ്കിലും, നിങ്ങളുടെ സഹോദരങ്ങൾ ഇപ്പോൾ അതിനെ കൈക്കൊണ്ടില്ലെങ്കിലും, ഇന്ന് ഈ പറയുന്ന മെസ്സേജ് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു? ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവരുടെ പക്ഷം ചേരുകയല്ല, അവരെന്റെ പക്ഷം ചേരും. ഞാൻ സേവിക്കുന്ന ദൈവത്തെ അവരും സേവിക്കും. കാരണം ഞാൻ അറിയിച്ച വചനം, ഞാൻ പങ്കുവച്ച വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിഷ്ടമുള്ളത് ചെയ്യും, അത് അയച്ച കാര്യത്തെ സാധിപ്പിക്കും. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കണം. സഭയോട് പറയുന്നു, ഒത്തിരി ഉപദേശങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും ഒത്തിരി തെറ്റായ പരാമർശങ്ങൾ നിങ്ങൾ കേൾക്കുന്നു. ഒത്തിരി ഫോൾസ് ടീച്ചിങ് നിങ്ങൾ കേൾക്കുന്നു. ആവശ്യമില്ലാത്തത് കർണരസമാകുമാറ് കേൾക്കാൻ രസമുണ്ട്, കാണാൻ രസമുണ്ട്. കൊള്ളാലോ, ഈ പുള്ളി പറയുന്നത് കൊള്ളാലോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ കേൾക്കുന്ന പലതുണ്ട്. പക്ഷേ നിങ്ങൾ ശോധന ചെയ്യുക. നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന, സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ കാര്യങ്ങൾ പറയുന്നതെന്ന്. രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം, ഈ വചനം നിങ്ങൾക്ക് തന്ന അനുഭവങ്ങളുണ്ട്. ദൈവവചനം നിങ്ങൾ കേട്ടപ്പോൾ, ഈ വചനം നിങ്ങൾ അനുസരിച്ച് ഏറ്റെടുത്തപ്പോൾ, ഈ വചനം നിങ്ങൾക്ക് തന്ന സമാധാനമുണ്ട്. ഈ ദൈവവചനം നിങ്ങൾക്ക് തന്ന സൗഖ്യങ്ങളുണ്ട്. ഈ ദൈവവചനം നിങ്ങൾക്ക് തന്ന മാന്യതകളുണ്ട്. ഈ ദൈവവചനം നിങ്ങൾക്ക് തന്ന വിടുതലുകളുണ്ട്. ആരൊക്കെ അതിനെ സംശയിപ്പിക്കുവാൻ ശ്രമിച്ചാലും വചനങ്ങൾ കൊണ്ട് തന്നെ അതിനെ അതിജീവിക്കുക. അതാണ് അന്ത്യകാലത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷണമെന്ന് പറയുന്നത്. അതാണ് എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുവീൻ. പൈശാചിക മണ്ഡലത്തോട് നിങ്ങൾക്ക് പോരാടുവാൻ കഴിയണമെങ്കിൽ ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് നിങ്ങളുടെ കരങ്ങളിൽ എടുക്കണം. ഇന്ന് പകലിൽ ഞാൻ പറയുന്ന ഈ വചനം ഉണ്ടല്ലോ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ടിനു ബ്രദറിന്റെ പ്രസംഗമായി, ടിനു പാസ്റ്ററിന്റെ ഒരു മെസ്സേജായി മാത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഈ വചനം ആരെങ്കിലും നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ കേവലം ഒരു പ്രസംഗമായി, ചിലർ പറയുന്നു അങ്ങ് വാചകാടിയല്ല മക്കളെ, ഇത് പുറപ്പെടുന്ന സമയത്ത് വാളാ പുറപ്പെടുന്നേ. ഇത് പുറപ്പെടുന്ന സമയത്ത് വാള. അവിശ്വാസിയായ ജഡീകനായ നിനക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും പൈശാചിക മണ്ഡലത്തിന് വെട്ടേറ്റോണ്ടിരിക്കുക. പൈശാചിക മണ്ഡലത്തിന് വെട്ടേറ്റോണ്ടിരിക്കുക. ഇന്ന് പകൽ നിന്റെ ഭവനത്തിൽ ഈ വചനം മുഴങ്ങുമ്പോൾ, നിന്റെ കുടുംബത്തിൽ ഈ വചനം മുഴങ്ങുമ്പോൾ, ഈ വചനം നിന്റെ അധരത്തിൽ എടുക്കുമ്പോൾ പൈശാചിക മണ്ഡലത്തിന് വെട്ടേൽക്കുകയാ. അതുകൊണ്ടാണ് തന്നെ പരീക്ഷിക്കാൻ, യേശുവിനെ പരീക്ഷിക്കാൻ വന്ന സാത്താനോട് യേശു മറ്റൊന്നുമല്ല പറഞ്ഞത്. അവൻ വചനം പറഞ്ഞു, എഴുതിയിരിക്കുന്നല്ലോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നല്ലോ. എഴുതപ്പെട്ട വചനം, പുറപ്പെടുന്ന വചനം, ലോഗോസായ വചനം, അത് റേമയായി തീരുമ്പോൾ ഇന്ന് പകൽക്കാലം അതിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ശക്തി അനുഭവിച്ചവർ, ദൈവവചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവവചനത്താൽ വിടുവിക്കപ്പെട്ടവർ ചേർന്ന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. അതുകൊണ്ടാ പ്രിയരെ, യേശു മാത്രമല്ല, കർത്താവിന്റെ അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ, 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വചനത്തിൽ പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വചനത്തിന് കൊടുത്തിരിക്കുന്ന ആ ഡെഫിനിഷൻ കണ്ടോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ. ഒരു പുരുഷ ബീജം നിമിത്തമാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. എന്നാൽ അത് കെട്ടുപോകും. 80-ാമത്തെ വയസ്സിൽ, 70-ാമത്തെ വയസ്സിൽ, ഇരിക്കട്ടെ 90-ാമത്തെ വയസ്സിൽ എപ്പോഴെങ്കിലും കെട്ടുപോകും. പക്ഷെ വചനം എന്താണെന്നറിയാവോ? കെടുന്ന ബീജമല്ല ഇത്. ഇതിന്റെ ആയുസ് 90 വർഷമല്ല. ഇതിന്റെ ആയുസ് 60, 70, 40, 50 അല്ല. ഇത് ജീവനുള്ളതാണ്.
ഇത് നിലനിൽക്കുന്നതാണ്. ഈ നിലനിൽക്കുന്ന വചനം, ആ പദം നിങ്ങൾ വിട്ടുപോകരുത്. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ വചനം. നിലനിൽക്കുന്ന നിലവാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വചനത്തിൽ നിലനിൽക്കുക. വാ തുറന്ന് പറഞ്ഞേ, വചനത്തിൽ നിലനിൽക്കുക. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ഈ പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-2 വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ആത്മീകമായി നിങ്ങൾ വളരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആത്മീക വളർച്ച നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും പോഷകമൂല്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യകരമായ ഭക്ഷണമാണ് മായമില്ലാത്ത പാൽ. അതെന്താ പത്രോസ് അന്ന് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അന്നത്തെ പാലിൽ മായം ഉണ്ടായതുകൊണ്ടാണോ, അന്നത്തെ കാലത്തെ ഫുഡിനകത്തൊക്കെ മായം ഉണ്ടായതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് എനിക്കറിയത്തില്ല. മായം ഇല്ലാത്ത പാൽ, ഒരു കറപ്ഷൻസും ഇല്ലാത്ത, സിൻസിയർ ആയിട്ടുള്ള, ശ്രേഷ്ഠകരമായിട്ടുള്ള, ബെനിഫിറ്റ് ആയിട്ടുള്ള, ആത്മീക ആരോഗ്യം നൽകുന്ന മായമില്ലാത്ത പാൽ ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം. ചർച്ചിൽ വന്ന ചില പ്രിയപ്പെട്ടവർ ആത്മീകമായി വളരെ പുഷ്ടി പ്രാപിച്ചിരിക്കുന്നു. അവർ ദൈവ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ഞാൻ ഇന്നലെ ഒരു മകൾ മറ്റൊരു മകനുമായി ഇവിടെ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നു. ജിജി പാസ്റ്റർക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ആ മകൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് 2 വർഷം അടുപ്പിച്ചാകുന്നതേ ഉള്ളൂ. 2 വർഷം കഴിയുന്നതേ ഉള്ളൂ ആ മകൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട്. 5 തവണയിലധികം ആ മകൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ പദവിയും അവരുടെ ശമ്പളം ഒന്നും കേൾപ്പിക്കുന്നില്ല. എന്തിനാ ബോധം കെടുത്തുന്നേ? അതുപോലെ പദവിയിലിരിക്കുന്ന, അതുപോലെ ഉന്നതമായ പൊസിഷനിലിരിക്കുന്ന ക്രിസ്തീയ കുടുംബത്തിലല്ല മകൾ ജനിച്ചു വളർന്നത്. മറ്റ് ഒരു ജാതീയ വിഭാഗത്തിലാണ്. പക്ഷെ ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിഞ്ഞു. അവൻ്റെ വചനത്തോട് പ്രിയമുണ്ടായി. 5-ലധികം തവണ ആ മകൾ വചനം വായിച്ചു കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരവും മറ്റൊരു പ്രിയപ്പെട്ട സഹോദരനെ പ്രാർത്ഥിക്കുവാനായി ഈ ചർച്ചിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രിയരെ, എത്ര വർഷമായി നീ ക്രിസ്തുവിലേക്ക് വന്നിട്ട്? എത്രയോ നാളുകളായി ഈ പുസ്തകം നിന്റെ വീട്ടിലിരുന്നിട്ട്, പലപ്പോഴും ഞായറാഴ്ചകളിൽ മാത്രം തുറക്കപ്പെടുന്ന, പലപ്പോഴും മാസത്തിൽ 1-2 തവണ മാത്രം തുറക്കപ്പെടുന്ന, ചിലപ്പോൾ കൊല്ലത്തിൽ 1 തുറക്കപ്പെടുന്ന ഒരു വസ്തുവായി ഇത് മാറിയോ? വളരണമോ? എത്ര പേർക്ക് ആത്മീയം? ചിലർ പറയാറുണ്ട്, പാസ്റ്റർ ഞങ്ങളെ വളർത്തണം, ബ്രദർ ഞങ്ങളെ വളർത്തണം. ചിലർ പറയാറുണ്ട്, ഞങ്ങളെ വളർത്തുന്നില്ല. എങ്ങനെയാ വളരുന്നേ? ആത്മീകമായി വളരാൻ ഒരു ഫുഡ് ഇവിടെ ഉണ്ട്. ശരീരം പുഷ്ടി പ്രാപിക്കാനുള്ള ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾ ആത്മീകമായി വളരുവാൻ ഒരു ഫുഡുണ്ട്. അത് ദൈവത്തിന്റെ വചനമാണ്. വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, വചനം ആരാണോ വായിക്കുന്നത്, വായിക്കുന്നവനെ വചനം തിരിച്ചു വായിക്കും. വായിക്കുന്നവനെ വിവേചിക്കുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമാണ്. ഇത് വായിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്, ഇത് എൻ്റെ കാര്യമാണല്ലോ ഈ എഴുതി വെച്ചിരിക്കുന്നത്, ഇത് എന്നെക്കുറിച്ചാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്. മെസ്സേജ് കഴിയുമ്പോൾ ആൾക്കാർ പറയുന്നില്ലേ, ബ്രദറെ, പാസ്റ്ററെ, ഇന്ന് ഈ മെസ്സേജ് എന്നോടായിരുന്നു. അതിൻ്റെ കാരണം എന്നാ? കൃത്യമായും അന്ന് ദൈവവചനം പ്രസംഗിച്ചു. ദൈവവചനത്തിന് മാത്രമേ ആത്മാക്കളെ വിവേചിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ വചനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് വായിക്കുന്നവനെ വചനം തിരിച്ചു വായിക്കും, റീഡ് ചെയ്യും. നിങ്ങളിത് റീഡ് ചെയ്യുമ്പോൾ വചനം നിങ്ങളെ തിരിച്ച് റീഡ് ചെയ്യും, നിങ്ങളെ ഡിസൈൻ ചെയ്യും. നിങ്ങൾ ആരെന്നുള്ളത് തിരുവെഴുത്ത് വെളിപ്പെടുത്തി കാണിക്കും.
അതുകൊണ്ടാണ് ഈ പുസ്തകം തുറക്കാൻ പിശാച് സമ്മതിക്കാത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വചനം പ്രസംഗിക്കുന്നത് കേൾക്കാൻ പോകരുതെന്ന് പറയുന്നത്. കാരണം നന്നാവും, രക്ഷപ്പെടും, ആത്മീകമായി വളരും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പത്രോസ് പറയുന്നു, നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ. അതേ പത്രോസ് പറയുന്നു, നിങ്ങളുടെ ആത്മീക ജീവിതം നിലനിൽക്കുവാൻ കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്തിൽ നിങ്ങൾ ആശ്രയിപ്പീൻ. Be rooted in the word of God. That is the message today. Be rooted in the word of God. Why you need to be rooted in the word of God? Because across the social media platforms and through television, you hear so many false teachings coming out, and people are perplexed which to believe, what to believe. And if you have the word of God, you can authenticate all the teachings with the word of God, and things may come out which may titillate your ears, but you should turn back to this word. This is the measuring rod with which we have to analyze what we hear. And this word is not false. The Lord had made great amount of changes in your life. The deliverances you had, the healings you received, the peace you received, all these things have come to your life just because of this word that activated in your life. So how do you counter all these false teachings? You counter the false teachings with the word of God. That's why it is said in Ephesians 6:10 following, the sword of the Spirit, that is the word of God. When you proclaim the word, when a preacher proclaims the word, when a person in faith utters the word, what happens is it's not the rhetorical exhibition that is happening. It is the twin-edged sword which is passing out from that person's mouth, and that is doing a huge amount of destruction in the evil world, in the satanic world. And the Satan knows that the sword of the Lord is coming out, and Logos turns into Rhema, and it does a great amount of work in the people who hear the word in faith. 1 Peter 1:23, you are born again. How are you born again? By this incorruptible seed, that is the word of God. What is the problem with the human seed? That has a life of just 70 or 80 years. But what is the speciality of the word of God? It is incorruptible and it is eternal. It abides forever. Yes. So the bottom line here is, do you want to have a Christian life that abides forever? Abide in the word of God. Then the next thing, how to grow spiritually, how to grow in spirituality. 1 Peter 2:1-2, desire unadulterated milk that you may grow. That is the word of God. Unadulterated milk is available only in the word of God. The things available in the market, it is adulterated, but you have the pure word available in front of you. And pastor was giving a testimony of a couple who came here, and within a matter of some months, that a girl has read the word of God 5 times. This Bible is in your homes for a long time. It may be in the showcase. Take it out and dust it off and read the Bible, because if you want to grow in spirituality, you need to have the food for your spirit. That is the word of God. This is the food for the spirit. This is a book that reads you. This is a book that discerns you. When you read the Bible, Bible is reading you, and the Bible is transforming you. Always read the transforming word of God so that your life may be transformed. ഈ അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റവും പ്രിയപുത്രനായിരുന്നു തിമോത്തിയോസ്. തിമോത്തിയോസിനെ കുറിച്ച് പൗലോസ് പറയുന്ന, അല്ലെങ്കിൽ തിമോത്തിയോസിന് പൗലോസ് കൊടുക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ട്. ഈ 2 തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പം അതിൻ്റെ 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും, ശ്രദ്ധിക്കണം ആ പദം, നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിന്നെ തന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട്. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ, ഈ കോവിഡിൻ്റെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ
നമ്മുടെ മക്കളുമാർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളുകൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. സ്കൂളുകൾ പോലും ഓപ്പൺ അല്ല പലയിടത്തും. ഈ നിലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുവാനോ ദൈവവചനം അവരെ അറിയിച്ചു കൊടുക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ്, വളരെ അപകടകരമായ ഒരു അനുഭവമാണ്. തിമോത്തിയോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? നമുക്കറിയാം, തിമോത്തിയോസിനെ ദൈവം ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ അന്ന് വായിച്ചാൽ നന്നായിരിക്കും. 16-ാം അധ്യായത്തിലാണ്. 16-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ തിമോത്തിയോസിന്റെ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം. അവൻ ദർബയിലും ലൂസ്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലൂസ്രയിലും ഇക്കോനിയയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു. അവൻ തന്നോടുകൂടെ പോരേണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളുള്ള യഹൂദന്മാരെല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. തിമോത്തിയോസിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണിത്. തിമോത്തിയോസിന്റെ അമ്മയും തിമോത്തിയോസിന്റെ വലിയമ്മയും വിശ്വാസികളായിരുന്നു. ഒരു വിശ്വാസ കുടുംബത്തിൽ ജനിച്ച് നല്ല സാക്ഷ്യം പ്രാപിച്ച ചെറുപ്പക്കാരനായിരുന്നു തിമോത്തിയോസ്. ആ തിമോത്തിയോസ് എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനായി, എന്തുകൊണ്ടൊരു ശുശ്രൂഷകനായി, എന്തുകൊണ്ട് അവൻ്റെ ഭാവി ഏറ്റവും ധന്യമായി? അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷ പ്രയാണത്തിൽ അനവധി വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ ഈ മാൻഡിൽ തിമോത്തിയോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ മേളിൽ എന്തുകൊണ്ട് വന്നു വീണു? തിമോത്തിയോസിനോട് പറയുകയാണ് 2 തിമോത്തി 3:14, നീയോ ഇന്നവരോട് പഠിച്ചു നോക്കി, നീ കുഞ്ഞു പ്രായം മുതൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുകയും നിന്റെ ഭവനത്തിനകത്ത് നിന്ന് നിനക്ക് ലഭ്യമായ ദൈവവചനമുണ്ട്, അതെന്ത് ചെയ്തു? ക്രിസ്തുവേശുള്ള വിശ്വാസത്തിൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്തുകൊണ്ട് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആത്മീകമായി വളർത്തുന്ന ദൈവത്തിൻ്റെ വചനം, കെടാത്ത ബീജമായ ദൈവത്തിൻ്റെ വചനം, ഇരുവാഴ്ചലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയിച്ചും പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എൽഷദായ് മിനിസ്ട്രീസിലെ എല്ലാ കുഞ്ഞുങ്ങളോടും ഞാൻ പറയുന്നത് 3 വയസ്സുള്ള കുഞ്ഞിനോടല്ല, എല്ലാ കുഞ്ഞുങ്ങളോടും, 70 വയസ്സുള്ള കുഞ്ഞിനോടും 7 വയസ്സുള്ള കുഞ്ഞിനോടും ഇതേ എനിക്ക് പറയാനുള്ളൂ. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ഹല്ലേലൂയ. യേശു പറഞ്ഞു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. ഒത്തിരി നെഗറ്റീവ് പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാം. ദൈവപ്രവർത്തികളെ ആക്ഷേപിക്കുന്ന ആക്ഷേപങ്ങൾ കണ്ടെന്നും ട്രോളുകൾ കേട്ടെന്നും വരാം. നിങ്ങളുടെ വിശ്വാസ ജീവിതം ഇത് ശരി, ബൈബിള് ശരിയാണോ? ഇതൊക്കെ ശരി തന്നെയാണോ? ഇതൊക്കെ സത്യം തന്നെയാണോ? ഇതൊക്കെ ഫേക്ക് ആണോ എന്ന് നിന്റെ ചിന്തയിൽ തോന്നിപ്പിക്കുന്ന നിലകളിൽ പിശാചി വ്യക്തികളെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചേക്കാം. ഇവിടെ നിങ്ങളെ നോക്കി സ്വർഗത്തിന് പറയാനുള്ളത്, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നീ നിലനിൽക്കുക. ഹല്ലേലൂയ. കാരണം 16-ാമത്തെ വാക്യം പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സത്പ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് തന്നെ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. ഞാൻ പുതിയ നിയമം മാത്രമല്ല വിശ്വസിക്കുന്നത്. ഐ ബിലീവ് ദിസ് ഹോൾ ബൈബിൾ. ഞാൻ ഈ പൂർണ്ണ ബൈബിളിൽ വിശ്വസിക്കുന്നു. ഞാൻ ഈ 66 പുസ്തകങ്ങളിൽ വിശ്വസിക്കുന്നു. ഞാൻ ഈ കംപ്ലീറ്റ് ബൈബിളിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകൽ. All scripture. Not only the New Testament, not only the Old Testament. The Bible says all scriptures is given by inspiration of God. Amen. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. മുമ്പിൽ ബൈബിൾ ഇരിപ്പുണ്ടോ? അന്നെടുത്ത് ഉയർത്തിപ്പിടിക്കാവോ? ഉയർത്തിപ്പിടിച്ചിട്ടൊന്ന് പറയാമോ? വാ തുറന്ന്
പൂർണ്ണമായ ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണമായ ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 66 പുസ്തകങ്ങൾ അടങ്ങിയ ദൈവവചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 66 പുസ്തകങ്ങളിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു. എന്റെ സംശയത്തെ പരിശുദ്ധാത്മാവേ ചികിത്സിക്കണേ. പറയാൻ കർത്താവ് പറയുന്നു, എന്റെ സംശയങ്ങളെ പരിശുദ്ധാത്മാവേ അങ്ങ് ചികിത്സിക്കണേ. എന്റെ പിന്മാറ്റത്തെ പരിശുദ്ധാത്മാവേ അവിടുന്ന് മാറ്റണമേ. ഈ വചനത്തെ അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തണമേ. ഓ, ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ ഈ വാക്ക് ഉച്ചരിക്കുമ്പോൾ, ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നത് എനിക്കറിയാം. എവിടേക്കോ വിടുതൽ നടക്കുന്നത് എനിക്കറിയാം. ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ പ്രിയരേ. 2 Timothy 3:14, continue in the things which you have learned and know from whom you have learned the word which gives the knowledge of salvation. This is said by Paul to Timothy, and Timothy had a Greek background, a Hellenistic background that we find from Acts 16:1. His father was a Greek, but whatsoever his background, his mother and grandmother were believers, and what they did was the most important thing that they can do to their child. That is what we find in 2 Timothy 3:15. From childhood you know the holy scriptures. From the childhood this grandmother and mother were able to impart the knowledge of the scripture into this child's heart. And as the pastor said, this was the reason why among all the Paul's associates, this man became the chosen one, so that the mantle fell on that person, because he was rooted in the word, and rooted in the word calls forth God's special favor on a person, because as in the beginning it is said, when you love the word of God, you are loving Jesus Christ. Why we need to be rooted? Because you may hear so many messages with criticizing mind. You may hear so many negative sermons. You may hear people talking that these things are just fakes. All the miracles, even the Bible itself is a fake. You may hear from various platforms, but never believe that, because this is not fake. This has been throughout the history changed mankind, and this had made impacts and changed nations, changed peoples, even changed the barbarians. And in that way this Bible cannot be fake. And 3:16 is the most important verse. 3:16, all scripture is breathed out by God and profitable for teaching, for reproof, for correction, and for training in righteousness. It is said all scripture. Some people say New Testament only. Some people say Old Testament only. Not like that. As the pastor asked us to lift up our Bibles, the whole Bible, the 66 books are inspired by God, and it is profitable. It is profitable. And that's why we need to read the whole Bible. We need to believe the whole Bible. And as the pastor said, let that doubting spirit be taken away. May the Holy Spirit heal the doubting mind of people who doubt the word of God. യേശു കർത്താവ് ഇപ്പം റിജോയ്സ് സാറ് ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത ഈ സത്യത്തെ നമുക്ക് വ്യക്തമാക്കി തരാൻ എത്ര വലിയ ഒരു ഉദാഹരണമാണ് നമുക്ക് നൽകിയത് വചനത്തിനകത്ത്. കർത്താവ് അത് പ്രൂവ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. നമുക്കറിയാം, ഈ വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്തും പാറപ്പുറത്ത് വീണ വിത്തും മുള്ളിൻ്റെ ഇടയിൽ വീഴപ്പെട്ട വിത്തും, ഈ ഉപമകളെല്ലാം കർത്താവ് ദൈവവചനത്തെ കുറിച്ചുള്ളതാ കർത്താവ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഭയങ്കരമായി ശ്രദ്ധിക്കുന്ന നമുക്കറിയാവുന്ന ഒരു ഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഓ ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. അപ്പൊ ഇവിടെയും എഴുതിയിരിക്കുന്നു പ്രിയരെ, കേട്ടാ മാത്രം പോരെന്ന്, ചെയ്യണമെന്ന്. എല്ലായിടത്തും പറയുന്നു കേട്ടാ മാത്രം പോരെന്ന്. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എന്താണ് അടുത്ത വാക്യങ്ങളിൽ വായിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നു, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല.
ഈ വചനം ശരിക്കും യേശു കർത്താവ് പറഞ്ഞ മത്തായി 7:24 മുതലുള്ള ഭാഗങ്ങളിലെ ഈ വചന സത്യം കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് ഇങ്ങനെ നമ്മുടെ ലോകത്തെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, ഈ കോവിഡിൻ്റെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒത്തിരി ആൾക്കാർ വിശ്വാസത്തിലേക്ക് വന്നു, മറുഭാഗത്ത് ഒത്തിരി പേർ വിശ്വാസത്തിൽ നിന്ന് പോയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ കർത്താവിലേക്ക് വന്നിട്ടുണ്ട്, ഒത്തിരി വന്നവർ താഴോട്ടും പോയിട്ടുണ്ടെന്നാണ് അതിൻ്റെ ആ പഠനം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അതിൻ്റെ കാര്യം എന്നറിയാമോ? സിറ്റുവേഷൻ, വൻമഴ, നദി പൊങ്ങി, കാറ്റടിച്ചു, പ്രതിസന്ധി വന്നു, വീടിൻ്റെ മേൽ അടിച്ചു, പല പല പ്രതികൂലങ്ങൾ വന്നു. കുറെ ആൾക്കാർ പറഞ്ഞു ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ദൈവം എന്നാ ദുഷ്ടന, ആൾക്കാരെ ഇങ്ങനെയൊക്കെ മരിക്കുന്ന എന്നാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എന്നാ, പ്രശ്നങ്ങൾ വരുന്ന എന്താ, പല പ്രതികൂലങ്ങൾ വരുന്ന എന്താ, ഒരുപാട് ചോദ്യങ്ങൾ. എന്നാൽ മറ്റൊരു കൂട്ടം ആൾക്കാർ ഇതിൻ്റെ ഇടയിൽ വളരെ സൈലന്റ് ആയിരുന്നു. അവർ നിശബ്ദമായി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. അവർക്കറിയാം ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു പുതുമയുള്ള കാര്യമല്ല. കർത്താവ് തൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ, യേശുവിൻ്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ 2020 വർഷം മുമ്പ് യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എൻഡ് ടൈമിൽ മഹാമാരികൾ ഉണ്ടാകുമെന്നും പലവിധ വ്യാധികൾ പടർന്നു പിടിക്കുമെന്നും മനുഷ്യർ സ്വസ്നേഹികളാകുമെന്നും ദ്രവ്യാഗ്രഹികളാകുമെന്നും ഇങ്ങനെ യേശു തൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറയാത്തതൊന്നും, നമുക്ക് അറിഞ്ഞുകൂടാത്തതൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇത് അറിഞ്ഞുകൂടാത്തവർ, ഈ വചനം അറിയാത്തവർ, കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണം എന്താ, രക്ഷയുടെ പ്രാധാന്യത എന്താ, സ്നാനത്തിൻ്റെ പ്രാധാന്യത എന്താ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യത എന്താ, ദൈവവചനത്തിൽ ജീവിച്ച ദൈവവചന സത്യം അനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യത എന്താ, ബൈബിൾ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്, കർത്താവ് എന്താണ് മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നത്, ഇതിനെയൊന്നും മനസ്സിലാക്കാത്തവർ, ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്തവർ ചിന്തിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ദൈവം എന്താ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിറകിലൊരു റീസൺ ഉണ്ടെന്നും, ഇതിൻ്റെ എല്ലാം പിറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും, ഇതും മറ്റൊരു കാര്യത്തിൻ്റെ സീസൺ ഓപ്പൺ ആകാനാണെന്നും ഒന്നും പലരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ തരുന്ന ഉപദേശത്തിൻ്റെയോ വാക്കുകളുടെയോ, നമ്മൾ പറയുന്നില്ലേ പിതാക്കന്മാർ പറഞ്ഞതാണെന്നും പറഞ്ഞ് ആരെങ്കിലും എഴുതി വെച്ച് തന്നിരിക്കുന്ന ഏതെങ്കിലും പുസ്തകത്തിൻ്റെയോ പുറകിലല്ല നിങ്ങൾ പോകേണ്ടത്. അടിസ്ഥാനപ്പെടേണ്ടത് ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനത്തിലാണ്. ഹല്ലേലൂയ. വൻമഴകൾ വരാം, നദികൾ പൊങ്ങാം, കാറ്റടിക്കാം, പക്ഷേ ദൈവവചനത്തിനകത്ത് ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് പണിഞ്ഞ കുടുംബമേ, നിന്റെ കുടുംബത്തെ ഒലയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവവചനത്തിനകത്ത് ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട സഭയെ, നിന്റെ സഭയെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവവചനത്തിനകത്ത് ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് ദൈവവചനത്തെ സ്വീകരിച്ച് ജീവിക്കുന്ന വിശ്വാസിയെ നിന്നെ ഒലയ്ക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വൻമഴ വരാം, തിരകൾ പൊങ്ങാം, പക്ഷേ ഒരിക്കലും അത് പൊളിഞ്ഞു പോകത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 11-ാമത്തെ വാക്യം, ഇത് നിങ്ങൾക്കുള്ള ദൂതാണ്, ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ്. അവർ തെസ്സലോനിക്കക്കാരേക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ ബെരോയിലുള്ള വിശ്വാസികളെ കുറിച്ചാണ് ഈ എഴുതിയിരിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പ്രസംഗിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നതിനെല്ലാം ആമീനല്ല, എന്ത് പോസ്റ്റ് ഇട്ടാലും ആമീൻ, എന്തോ സാധനം ഫേസ്ബുക്കിൽ ഇട്ടാലും ആമീൻ, എന്നാ പറഞ്ഞാലും ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വരുന്നെന്ന് പറഞ്ഞാലും ആമീൻ. ഓ, കർത്താവ് വരാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞാലും ആമീൻ. എന്തേലും ആവട്ടെ ആമീൻ. അങ്ങനെയാണോ? അല്ല. ബെരോയിലെ വിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? അവർ വചനം കേട്ടോണ്ടിരിക്കുന്നവർ മാത്രമല്ലായിരുന്നു, അവർ കൈക്കൊണ്ടവർ മാത്രം. അവർ കേട്ടു, കൈക്കൊണ്ട്. ചിലർക്കൊരു പ്രത്യേകത, കേൾക്കുകയില്ല, കൈക്കൊള്ളുകയില്ല. ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുക. കേൾക്കുകയില്ല,
റിസീവ് ചെയ്യത്തുമില്ല. പിന്നെ അവരുടെ ആകെ ജോലി CBIയുടെ പണി. അവരിങ്ങനെ പരിശോധിക്കുക, ഇത് അവിടുത്തെ ഇത് ഇങ്ങനെ ഇത് ചെക്കിങ് ഇൻസ്പെക്ടറാ. പ്രൈസ് ദി ലോർഡ്. ചെക്കിങ് ഇൻസ്പെക്ടർ ആകാനല്ല പറഞ്ഞത്. ഒന്ന്, വചനം പൂർണ്ണ ജാഗ്രതയോടെ അതിനെ കൈക്കൊള്ളണം, റിസീവ് ചെയ്യണം. പറഞ്ഞേ, വചനം സ്വീകരിക്കണം. വചനം സ്വീകരിക്കണം. സ്വീകരിച്ചാൽ മാത്രം പോരാ. ടിനു ജോർജ് പാസ്റ്റർ പ്രസംഗിച്ചാലും, ജിജി മോഹൻ പാസ്റ്റർ പ്രസംഗിച്ചാലും, റിജോയ് സാർ പ്രസംഗിച്ചാലും, ഇവിടെയൊക്കെ ഉള്ളവരുടെ കാര്യം പറയുന്നത് എൻ്റെ സേഫ്റ്റിക്ക് നല്ലത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആര് പ്രസംഗിച്ചാലും ആ വചനം, അവരാ പറയുന്ന കാര്യം ഈ പുസ്തകത്തിനകത്തുണ്ടോ എന്നൊന്ന് തുറന്നു നോക്കാനുള്ള മനസ്സൂടെ കാണിച്ചിട്ട് ആമീൻ എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നു തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ബെറോവയിലുള്ളവർ ഉത്തമന്മാരായത്? അവർ തിരുവെഴുത്തുകളെ കേൾക്കുന്നവർ മാത്രമായിരുന്നില്ല, അതിനെ ആമീൻ പറഞ്ഞ് സ്വീകരിക്കുന്നവർ മാത്രമായിരുന്നില്ല, കയ്യിലിരിക്കുന്ന പുസ്തകം തുറന്ന് ഈ പറയുന്നതൊക്കെ അതിനകത്തുണ്ടോ എന്നും കൂടെ നോക്കുന്നവരായിരുന്നു. Amen. Yes. Yes, sir. Yes. Matthew 7:24, you find a person who hears and does the word of God, and he does what he hears is like a person who builds his house on the rock, and who does not do what he hears is building on a sand. And during this pandemic time, this was clearly evident because many people lost their faith. Many people's faith were strengthened. Many people came to faith. These three things happened. People's faith were lost, people's faith were strengthened, and people came to faith. This happened in the pandemic, and some people ask, if there is God, why such a pandemic is happening? Why it is wiping out the world? Such questions they ask. But those who firmly believe in the word, they will say that this is a part of what the Lord is orchestrating in the end times, and all these things are signs for a new season that is breaking open, and they are very well confident in the word of God. And those who believe have such kind of an assurance. Let the rain come, let the winds blow, and let the flood rise. I have built my house on the word of God, that is the rock, and no matter whatsoever happens around the world, I am not shaken, I am not bothered. I know who holds my future. That is the assurance such people have because they are rooted in the word. And Acts 17:11, another important aspect. These people, that means the Bereans, were more fair-minded than those in Thessalonica, and in that they received the word with all readiness and searched the scriptures daily to find out whether these things were so. They did not just say amen to everything that they heard. One pastor says this thing, they will say amen. Another person says another thing which is totally contrary to that. For that also they will say amen. Not like that. They will check that with the word of God. They will cross check that with the word of God, and finally they will make a verdict. And we need to have such kind of people who checks the word of God, who reads the word of God and cross checks everything with the word of God, and finally they make a verdict. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, പാസ്റ്ററെ, ബ്രദറെ, എനിക്ക് വചനം വായിക്കുന്നത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, വചനം ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, വായിക്കുന്നത് പെട്ടെന്ന് മറന്നു പോവുകയാണ്, ഞാൻ റിസീവ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് അത് പ്രായോഗികമാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ഞാൻ വായിക്കുന്നത്, ഞാൻ കേൾക്കുന്നത് പ്രയോജനകരമാകട്ടെ. അത് വഴിയരികിൽ വിതയ്ക്കപ്പെട്ടതാകാതിരിക്കാൻ, അത് പാറപ്പുറത്ത് വീണതാകാതിരിക്കാൻ, അത് മുള്ളിൻ്റെ ഇടയിൽ വീഴപ്പെട്ടതാകാതിരിക്കാൻ, അത് നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആയിത്തീരേണ്ടതിന് പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഈ പ്രാർത്ഥന വളരെ നിങ്ങളുടെ ജീവിതത്തിൽ ഫലകരമാകാൻ പോവുകയാണ്.
കാരണം യേശു കർത്താവ് ലൂക്കോസ് സുവിശേഷത്തിൽ ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് പറഞ്ഞത്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ ബുദ്ധിയെ തുറന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരിലേക്ക് തൻ്റെ ആത്മാവിനെ പകർന്നു. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ ദൈവവചനം പ്രകാശിക്കപ്പെടട്ടെ, വായിക്കുന്നത് ഗ്രഹിക്കപ്പെടട്ടെ, കേൾക്കുന്നത് പ്രയോജനപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വചനം വായിക്കുമ്പോൾ വരുന്ന ക്ഷീണങ്ങൾ മാറട്ടെ, വചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറട്ടെ, വചനം ഗ്രഹിക്കാതെ പോകുന്ന അനുഭവങ്ങൾ മാറട്ടെ, പെട്ടെന്ന് വായിച്ചത് മറന്നു പോകുന്ന അനുഭവങ്ങൾ മാറിയിട്ട് പരിശുദ്ധാത്മാവ് ദൈവവചനം എന്ന ആ വാള്, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ആത്മാവിൽ ഞാൻ ആ കാഴ്ച കാണുന്നു. ചിലരുടെ കയ്യിലേക്ക് ആ വാള് ദൈവം ഏൽപ്പിക്കുന്നു. ദൈവവചനം എന്ന വാള് ദൈവം ഏൽപ്പിക്കുന്നു. ദൈവവചനത്തെ ദൈവം ചിലരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. രാജ്യങ്ങളെ പിടിക്കുവാൻ, പട്ടണങ്ങളെ സ്പർശിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, പാപികളെ വിടുവിച്ചെടുക്കുവാൻ, ചിലരുടെ ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയുവാൻ. ഓ കർത്താവേ, അത് ഗ്രഹിപ്പാനുള്ള കൃപ, അത് ഗ്രഹിപ്പാനുള്ള കൃപ. ഞാൻ എൻ്റെ വചനത്തെ നിന്റെ നാവിലും നിന്റെ ആത്മാവിലും നൽകുമെന്ന് പറഞ്ഞ ദൈവം, നിന്റെ ആത്മാവിലും നിന്റെ നാവിലും ഞാൻ തന്ന വചനത്തെ നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്തതിയുടെ മേലും ഞാൻ പകരുമെന്ന് പറഞ്ഞ ദൈവം. ഓ മക്കളെ, ദൈവാത്മാവിനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. തിമോത്തിയോസിന്റെ അമ്മയും വല്യമ്മയും, മദറും ഗ്രാൻഡ് മദറും, മുത്തശ്ശിയും അമ്മയും, ഈ രണ്ടുപേരും ഈ കുഞ്ഞിനെ കൊച്ചുനാൾ മുതലേ വചനം പറഞ്ഞു കൊടുക്കും. വല്യമ്മച്ചിമാരെന്നെ കേൾക്കുന്നുണ്ടോ? വീട്ടിലെ വല്യമ്മച്ചിമാര്, കൊച്ചുമക്കളുള്ള വല്യമ്മച്ചിമാരെന്നെ കേൾക്കുന്നുണ്ടോ? പല കൊച്ചുമക്കളും പ്രയോജനപ്പെടാനുള്ളതിന്റെ കാരണം ചില വല്യമ്മച്ചിമാരാ. പല മക്കളും അനുഗ്രഹിക്കപ്പെടാനുള്ളതിന്റെ കാരണം അമ്മമാരാ. അവരെ അടുത്ത് വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുവാൻ, വചനം പറഞ്ഞു കൊടുക്കുവാൻ, ബൈബിളിലെ കഥകൾ പറഞ്ഞു കൊടുക്കുവാൻ, ബൈബിളിലെ സംഭവങ്ങൾ പഠിപ്പിക്കുവാൻ അവർ കാണിച്ച മനസ്സാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്കറിയാം ഈ സത്യം ദൈവാത്മാവ് റിലീസ് ചെയ്യുന്നത് തന്നെ കുടുംബങ്ങൾക്കകത്ത് വലിയ വിടുതലുകൾ നടക്കുകയാണ്, വ്യക്തികളിൽ വലിയ വിടുതലുകൾ നടക്കുകയാണ്. വല്യമ്മച്ചിമാരെ, നിങ്ങളുടെ കൊച്ചുമക്കളെ ദൈവവചനം പറഞ്ഞു കൊടുക്കൂ. നിങ്ങളുടെ മക്കളെ അരികിൽ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കൂ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത്, പലപ്പോഴും ശുശ്രൂഷയുടെ തിരക്കുകളിൽ ഞാൻ ഓടുമ്പോൾ എൻ്റെ അമ്മായും എൻ്റെ അപ്പയും അവരെനിക്കൊരു വലിയ അനുഗ്രഹം, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എനിക്ക് വലിയൊരു അനുഗ്രഹം. രാത്രിയിലെല്ലാം എൻ്റെ രണ്ട് മക്കളെയും പിടിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുന്നതും ബൈബിൾ വായിപ്പിക്കുന്നതും വചനം പറഞ്ഞു കൊടുക്കുന്നതും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ജീന കഴിയുന്നത് പോലെ കുഞ്ഞുങ്ങളെ അരികിൽ വിളിച്ചിരുത്തി ബൈബിൾ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചില ദിവസങ്ങളൊക്കെ എനിക്ക് പറ്റുന്നുള്ളത്. എന്നാൽ ചില വല്യമ്മച്ചിമാരോട്, ചില അമ്മമാരോട് ഞാൻ നിർദ്ദേശിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓ ഹല്ലേലൂയ, ആത്മാവിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, നിന്റെ വീട്ടിനകത്തുനിന്ന് ചില തിമോത്തിയോസുമാര് പുറത്തു വരട്ടെ. നിന്റെ വീട്ടിനകത്തുനിന്ന് ചില തിമോത്തിയോസുമാര് പുറത്തു വരട്ടെ. നിന്റെ വീട്ടിനകത്തുനിന്ന് ചില തിമോത്തിയോസുമാര് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. Thank you precious Holy Spirit. വചനം ഗ്രഹിക്കുവാൻ അത് വെളിപ്പാടായി സ്വീകരിപ്പാൻ കർത്താവർക്ക് കൃപ കൊടുക്കണമേ. യേശുവേ, അങ്ങ് പറഞ്ഞ വാഗ്ദത്തത്തെ വീണ്ടും എടുത്തുയർത്തുന്നു. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി തീരും. വചനത്തിൽ റൂട്ട് ചെയ്യട്ടെ. എന്തൊക്കെ ഫോൾസ് ടീച്ചിങ് വന്നാലും, എന്തൊക്കെ ക്രിട്ടിസൈസിങ് വന്നാലും, എന്തൊക്കെ നെഗറ്റീവ് മെസ്സേജുകൾ കേട്ടാലും വിവേചിക്കാൻ, ശരിയെ തെറ്റിനെ വിവേചിക്കാൻ, സത്യത്തെയും മിഥ്യയും വിവേചിക്കാൻ, ദൈവവചനത്തെ തട്ടിച്ചുകൊണ്ട് വിവേചിക്കാൻ പരിശുദ്ധാത്മാവ് ഇവർക്ക് കൃപ ചെയ്യട്ടെ. എൽഷദായിലെ കുടുംബങ്ങൾ വചനത്തിനകത്ത് നിൽക്കട്ടെ, ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട് നിൽക്കട്ടെ. എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ കാതിൽ കേട്ടാലും, ആരൊക്കെ ഇവരെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിച്ചാലും, ആരൊക്കെ ഇവരെ ഡൗൺ ആക്കാൻ നോക്കിയാലും, ഇവരുടെ അകത്തുള്ള ദൈവവചനം അവരിൽ പ്രകാശിക്കട്ടെ, അത് കത്തി ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒന്ന് അറിയേണ്ട ഏറ്റവും വലിയ സത്യം, ഇന്നത്തെ മെസ്സേജ് അതാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുക. രണ്ടാമതായി യേശു പറഞ്ഞ ആ വചനത്തിൽ നിൽക്കുന്നവരോട്, ദൈവവചനം അനുസരിക്കുന്നവരോട്, ശിഷ്യത്വത്തിൽ നിൽക്കുന്നവരോട്, ക്രിസ്ത്യാനികളോട്, ദൈവമക്കളോട്
രണ്ടാമതായി യേശു പറഞ്ഞ സത്യം യോഹന്നാൻ 13:34-35 വാക്യങ്ങൾ, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എനിക്ക് ആ വാക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 10 കൽപ്പന സീനായി പർവ്വതത്തിന്റെ മുകളിൽ മോശയ്ക്ക് കൊടുത്ത ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്നിട്ട് പറയുന്നു, 11-മതൊന്നുകൂടെ പിടിച്ചോ, ഒരു പുതിയ കൽപ്പന. അത് മറ്റൊന്നല്ല, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. സ്നാനം എന്ന കൽപ്പന അനുസരിച്ചവരെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ബന്ധപ്പെടുന്നവരെ, അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവരെ, കർത്താവ് പറഞ്ഞ ഈ കൽപ്പന നിങ്ങൾക്കറിയുമോ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അതിന്റെ മെഷർമെന്റ്, അതിന്റെ അളവുകോൽ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ. അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾക്ക് 9 കൃപാവരമുണ്ടെങ്കിൽ, കൃപാദാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യനാണെന്ന് ലോകം പറയുമെന്നല്ല. നിങ്ങൾ വേദപുസ്തകം 60 തവണ വായിച്ചതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം പറയുമെന്നല്ല. ഏതെങ്കിലും വലിയ ഒരു സഭയുടെ മെമ്പർഷിപ്പ് നിങ്ങൾക്കുണ്ടായതുകൊണ്ടോ, നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വലിയ പാസ്റ്റർ കൂടെയോ ചെറിയ പാസ്റ്റർ കൂടെയോ നിങ്ങൾ നിന്നതുകൊണ്ട് നിങ്ങൾ ശിഷ്യരാകുമെന്നുമല്ല. നിങ്ങളാരോ ആകട്ടെ, നിങ്ങൾ ഏത് കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച വ്യക്തിയോ ആകട്ടെ, നിങ്ങൾ ക്രിസ്തുവിലേക്ക് വന്ന വ്യക്തിയാണോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിത്വമാണോ, നിങ്ങൾ ഈ പുസ്തകം തന്നെയാണോ വായിക്കുന്നതും കൊണ്ടു നടക്കുന്നതും, നിങ്ങൾ കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ സ്നാനപ്പെട്ടാൽ മാത്രം പോരാ. സ്നാനപ്പെട്ടാൽ ശിഷ്യനാകുന്നു, രക്ഷയിലേക്ക് വരുമ്പോൾ ശിഷ്യത്വത്തിലേക്ക് വരുന്നു. പക്ഷേ നിങ്ങളൊരു ശിഷ്യനാണെന്ന് ലോകം അംഗീകരിക്കണമെങ്കിൽ, അത് ലോകം അറിയണമെങ്കിൽ, ഞാൻ അറിഞ്ഞ യേശുവിനെ എല്ലാവരും അറിയണമെങ്കിൽ, ഞാൻ അറിയിക്കുന്ന യേശുവിനെ എല്ലാവരും അംഗീകരിക്കണമെങ്കിൽ എന്നിൽ ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. The first important aspect is be rooted in the word of God if at all you want to be a disciple. Second thing, John 13:34-35, a new commandment I am giving you, that is to love one another. And what is the measuring rod? The measuring rod is as Jesus loved us. That is the pattern with which we need to emulate, and that is the love of God in us. And verse 35 says, if you have love in you, you will be known as my disciples. Not by membership in a big church, discipleship not by reading the full Bible, not by operating in the 9 gifts of the Spirit. You need to have the true love of God in your heart, and just by living like that is a great witness, because people will come to know this person has some speciality, and that speciality is the love of God, and in that way God is glorified and Jesus' name is spread throughout. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ ദൈവവചനം പറയുന്നു, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം ദൈവത്തിൽ നിന്നേ വരത്തുള്ളൂ. 2, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നിങ്ങൾ ബോൺ അഗെയിൻ ആണോ? പലരും അഭിമാനത്തോടെ പറയാറുണ്ടാകും, ബോൺ അഗെയിൻ, ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ദൈവവചനം പറയുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തെ അറിയുന്നു, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളിൽ നിന്ന് വെളിപ്പെട്ടു വരുന്ന ദൈവസ്നേഹം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് വേഷഭൂഷാദികളല്ല. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങളുടെ സംസാര ശൈലികളല്ല.
നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു തെളിവ് സഭയിലെ മെമ്പർഷിപ്പ് കാർഡല്ല. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുന്നു, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അന്യോന്യമുള്ള സ്നേഹമാണ്. കാരണം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന തരുന്നു എന്ന് പറഞ്ഞ അതിപ്രധാനപ്പെട്ട കമാൻഡ്മെന്റ്, കൽപ്പനയാണ് തമ്മിലുള്ള സ്നേഹം. ഇന്ന് ആത്മീയ ലോകത്തിൽ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മനുഷ്യരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വ്യക്തികളിൽ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പരസ്പരം ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വെല്ലുവിളികളായി തീരുന്നു പലതും, മത്സരങ്ങളായി മാറുന്നു ശുശ്രൂഷകൾ എല്ലാം. പലയിടത്തും കർത്താവിൻ്റെ സ്നേഹം കാണാൻ കഴിയുന്നില്ല. പക്ഷെ അതിൻ്റെ മധ്യയിൽ സ്വർഗത്തിലെ ദൈവം ഈ കൂട്ടത്തോട് പറയുന്നു, മക്കളെ, സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ഈ വേദപുസ്തകത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൽ ദൈവികമായ കൃപാദാനങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിൽ അത് പ്രസംഗിക്കാനിടയായി. 9 ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, 9 കൃപാദാനങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിലാണെന്ന് തോന്നുന്നു ഞാൻ ആ ഭാഗം എടുക്കുവാനിടയായത്. ആ 9 കൃപാദാനങ്ങൾ ശക്തമാണ്, വളരെ പവർഫുള്ളാണ്, നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ്. രോഗശാന്തിയുടെ ഗിഫ്റ്റ്, പ്രവചനം, ഡിസൈനിങ് സ്പിരിറ്റ്, ഫെയ്ത്ത്, ടങ്സ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്, വളരെ നല്ലതാണ്. പക്ഷേ ഈ 1 കൊരിന്ത്യർ 12 കഴിഞ്ഞിട്ട് 1 കൊരിന്ത്യർ 13 നിങ്ങൾ പോകുമ്പം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം മാത്രമേ. സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. എനിക്ക് പ്രവചനപരമുണ്ടെങ്കിലും മലകളെ നീക്കുവാനുള്ള വിശ്വാസമുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. 12-ാം അധ്യായം എന്താ? ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി പറയുന്നത്. 12-ാം അധ്യായം എന്താ? കൃപാദാനങ്ങൾ, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 13-ാം അധ്യായം എന്താ? ഈ ഗിഫ്റ്റ് എല്ലാം ഉണ്ടായിട്ടും ഇതെല്ലാം നിങ്ങളുടെ പക്കലുണ്ടെങ്കിലും മലകളെ നീക്കാനുള്ള വിശ്വാസം ഉണ്ടെങ്കിലും നിങ്ങൾ പറയുന്നതോ ചിലർ പറയുന്ന പോലെ പച്ചിലയും കത്രികയും പോലെ ആണെങ്കിലും, ഇനി നിങ്ങൾ എന്നാണെങ്കിലും നിങ്ങൾക്ക് സ്നേഹമില്ല എങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ടോ, നിങ്ങളുടെ പ്രവചനം കൊണ്ടോ, നിങ്ങളുടെ പ്രസംഗം കൊണ്ടോ, നിങ്ങൾ പ്രാപിച്ച ഏതെങ്കിലും സ്പിരിച്വൽ ഗിഫ്റ്റ് കൊണ്ടോ യാതൊരു കാര്യമില്ലെന്ന് 13-ാം അധ്യായത്തിൽ പറയുന്നു. 14-ാം അധ്യായത്തിലേക്ക് പോയി, 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലേക്ക് പോയി. ആ 14-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മിക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. ഈ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 14-ലാണ് ഹൗ ടു ഓപ്പറേറ്റ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് എന്ന കാര്യത്തെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാദാനങ്ങളെ ഉപയോഗിക്കേണ്ടത്. അന്യഭാഷ എപ്പോൾ പറയണം, എപ്പോൾ പറയരുത്, എവിടെ പറയണം, എങ്ങനെ പറയണം, ഇതെല്ലാം പഠിപ്പിച്ചിരിക്കുന്നത് 14-ാം അധ്യായത്തിലാണ്. അപ്പം 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 12-ൽ 12-ാം അധ്യായത്തിൽ ദൈവിക കൃപാദാനങ്ങളെ, കൃപാവരങ്ങളെ കുറിച്ച് അഭിഷിക്തൻ പറഞ്ഞിട്ട് 13-ാം അധ്യായത്തിൽ, എൻ്റെ നടുവിലത്തെ അധ്യായത്തിൽ സ്നേഹമാണ് കൃപാദാനങ്ങളെക്കാൾ വലുതെന്ന് പറഞ്ഞിട്ട് 14-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ദൈവിക കൃപാവരങ്ങളെയും കൃപാദാനങ്ങളെയും എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു ചിത്രമുണ്ട്, ഒരു ചിത്രം. നിങ്ങൾ ഈ സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ബർഗർ സാൻഡ്വിച്ച് കഴിച്ചിട്ടില്ലേ? ചിലർ ചിരിക്കുന്നുണ്ട്, ചിലരെന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആകട്ടെ, കഴിച്ചിട്ടില്ലാത്തവർക്ക് ദൈവം വഴി തുറക്കട്ടെ. ഓക്കെ, ഈ സാൻഡ്വിച്ചിൻ്റെ അടിയിൽ ഒരു ബണ്ണ് കാണും, അതിൻ്റെ മുകളിലും ഒരു ബണ്ണ് കാണും, ഇതിൻ്റെ ഇടയിലാണ് ഫില്ലിങ്. അതിനകത്താണ് ചിലപ്പോൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണെങ്കിൽ കുക്കുംബറും വെജിറ്റബിൾസും വെക്കുന്നത്, അത് ചിക്കൻ സാൻഡ്വിച്ച് ആണെങ്കിൽ, ബർഗർ ആണെങ്കിൽ ചിക്കൻ ഫില്ല് ചെയ്യുന്നത്,
താഴെ ഒരു ബണ്ണ്, മേളിലൊരു ബണ്ണ്. ഇതിൻ്റെ അകത്താണ്, ഇടയ്ക്കാണ് ഫില്ലിങ്. ഈ ഫില്ലിങ് ചെയ്തിട്ട് റാപ്പ് ചെയ്ത് നിങ്ങളുടെ കയ്യിലോട്ട് പേപ്പറിൽ പൊതിഞ്ഞ് തരും. അതിങ്ങനെ ഒന്നിച്ച് കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, കഴിക്കുമ്പോഴാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു ചിത്രം നിങ്ങൾക്ക് തരികയാണ്. ഈ 1 കൊരിന്ത്യർ 12 അധ്യായം 9 കൃപാദാനങ്ങളെ ഒരു ബണ്ണായിട്ട് കാണുക. താഴെ ഇരിക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉണക്ക റൊട്ടി, ഒരു ബണ്ണ്. ഇതിന്റെ മുകളിലിരിക്കുന്ന, ഏറ്റവും ടോപ്പിലിരിക്കുന്ന 14 അധ്യായം, ഹൗ ടു ഓപ്പറേറ്റ് ദ സ്പിരിച്വൽ ഗിഫ്റ്റ്, അതിനെ ഒരു ബണ്ണായിട്ട് കാണുക. ഇതിന്റെ ഇടയ്ക്കുള്ള 13 അധ്യായത്തെ സ്നേഹത്തെ അതിന്റെ ഫില്ലിംഗ് ആയി കാണുക. ഞാൻ പറയട്ടെ, ബർഗറിനും സാൻഡ്വിച്ചിനും വിലയുണ്ടാകുന്നത്, അതിന് കാശ് കൊടുക്കേണ്ടി വരുന്നത് അതിൻ്റെ അകത്ത് ഫില്ലിങ് കയറുമ്പോഴാണ്. 2 ബണ്ണ് മേടിക്കാൻ 20 രൂപ മതി, 10 രൂപ മതി. പക്ഷേ ഒരു നല്ല സാൻഡ്വിച്ച് മേടിക്കാൻ 50 രൂപ 60 രൂപ കൊടുക്കണം, അല്ലെ 150 രൂപ കൊടുക്കണം. ഈ ഫില്ലിംഗ് ഇല്ലെങ്കിൽ, ഈ സ്നേഹം എന്നുള്ള ഫില്ലിംഗ് ഇല്ലെങ്കിലുണ്ടല്ലോ, നിന്റെ കയ്യിലുള്ള 9 കൃപാവരവും 10,000 പേര് കൂടുന്ന സഭയും എല്ലാം ഉണക്കറൊട്ടിയാണ്. ഒരു വാല്യൂ ഇല്ല. നിനക്ക് വാല്യൂ ഉണ്ടാകുന്നത്, നിനക്ക് വിലയുണ്ടാകുന്നത് ഈ കൃപാവരങ്ങളോടൊപ്പം നിനക്ക് ദൈവസ്നേഹം ഉണ്ടാകുമ്പോഴാണ്. നിനക്ക് വാല്യൂ ഉണ്ടാകുന്നത്, നിനക്ക് വിലയുണ്ടാകുന്നത് നിന്നിൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകത്തോടൊപ്പം തന്നെ തമ്മിലുള്ള പരസ്പരമുള്ള മതപരിവേഷതകളില്ലാതെ, സഭാ സംഘടന വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള ആ മനസ്സുള്ളാകുമ്പോഴാണ്. ഈ 1 കൊരിന്ത്യർ 1 അധ്യായം സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഫോളോ ആഫ്റ്റർ ചാരിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫോളോ ആഫ്റ്റർ ചാരിറ്റി. ആ സാമൂഹിക പ്രതിബദ്ധത നിനക്കുണ്ടാകുമ്പോഴാണ്. പ്രിയരെ, സ്നേഹമെന്ന ഫില്ലിംഗ് നമ്മളിലില്ലെങ്കിൽ ഒരു വാല്യൂ നമുക്കുണ്ടാകത്തില്ല. എന്നാൽ അഭിഷേകത്തോടൊപ്പം, കൃപാദാനങ്ങളോടൊപ്പം കർത്താവിൻ്റെ സ്നേഹം നിങ്ങളിൽ കവിഞ്ഞൊഴുകുന്നെങ്കിൽ നിശ്ചയമായും യു ആർ ദ വാല്യുബിൾ പേഴ്സൺ. യു ആർ ദ വാല്യുബിൾ പേഴ്സൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു, അപ്പാ, കേവലം ഒരു പ്രസംഗമായി തീരല്ല എൻ്റെ ജീവിതം, കേവലം കുറെ കൃപാദാനങ്ങളുടെ ആ ശുശ്രൂഷയായി തീരരുത് എൻ്റെ ജീവിതം. എന്നാ ശബ്ദമൊന്നും വരാത്ത എങ്ങും എൻ്റെ വാക്കിൽ, എൻ്റെ പെരുമാറ്റത്തിൽ അവിടുത്തെ സ്നേഹം ഉണ്ടാകട്ടെ, അവിടുത്തെ സ്നേഹം ഉണ്ടാകട്ടെ. സ്നേഹിക്കുന്ന സ്നേഹം, ക്ഷമിക്കുന്ന സ്നേഹം, കരുതുന്ന സ്നേഹം, വിട്ടുകൊടുക്കുന്ന സ്നേഹം, കണക്ക് പറയാത്ത സ്നേഹം എന്നിൽ ഉണ്ടാകട്ടെ കർത്താവേ. കരുതുന്ന സ്നേഹം എന്നിൽ ഉണ്ടാകട്ടെ അപ്പാ. ഹല്ലേലൂയ, ആമേൻ. ഇപ്പോ ഇത് കേൾക്കുമ്പം ചില ആൾക്കാർ പറയും, അങ്ങനെ അങ്ങോട്ട് പാറ ബ്രദറെ, അങ്ങനെ അങ്ങോട്ട് പാറ പാസ്റ്ററെ. നിങ്ങളോട് തന്നെയാ ഇത് പറഞ്ഞേ. ഇത് ഈ പന്ത് അപ്പുറത്തോട് തട്ടാനല്ല. നിങ്ങളെ ഒരാൾ സ്നേഹിച്ചെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു സ്നേഹിക്കാൻ പറ്റണം. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തന്ന് നിങ്ങളെ കരുതിയെങ്കിൽ നിങ്ങൾക്ക് ആ സ്നേഹത്തെ മനസ്സിലാക്കാൻ പറ്റണം. എന്താ ഇങ്ങോട്ട് തന്ന, അങ്ങനല്ല, അങ്ങനല്ല. ഹല്ലേലൂയ. ഒരു കസാരയെങ്കിലും ഒരാൾ ഇട്ട് തന്നെങ്കിൽ അതിനൊരു താങ്ക് യു പറയാൻ കഴിയണം. ഇത് പ്രസംഗിക്കുന്നവൻ ആള് മാത്രം എടുക്കേണ്ടതല്ല, ഇത് സകലർക്കുള്ള സന്ദേശമാണ്. യെസ് സർ. 1 John 4:7 says, love comes from God and only from God, and that person is born again. Sign of being born again is that you have the love of God. That is the only sign which manifests, which makes other people understand that you are born again. It's not the gifts of the spirits or anything outward, but it is the love which you have inside. Verse 8, a person who loves not
don't know God, because God is love. So powerful statement, because all the competitions that happen around the world, even in the spiritual realm, all the rebellion that happens, all these comes from flesh. It's not from love. And a most important thing which we need to notice here, 1 Corinthians 12, it talks about the various gifts of the Spirit, 9 gifts of the Holy Spirit, and it is talking about all those miracle working gifts. It's actually gives goosebumps, good thing. 1 Corinthians 13, when we go into 1 Corinthians 13, it says love is important. Even if you have all the gifts of the Spirit and great faith, even to move the mountains, which is well and good, if you don't have the love inside of you, you are like a resounding brass and a clanging cymbal, good for nothing. 1 Corinthians 14 says, 1 Corinthians chapter 14, it says how to operate these gifts. And the first verse says like this: follow after or pursue love. And pastor gives a beautiful, memorable illustration of a sandwich. You have the top bun, and below you have a bun, but in between you have the filling, that is a sandwich. And when you have it together, it is tasty, but the bun gets its value by having the filling in between. And that is a classic example with which you can understand the importance of chapter 13, chapter 12 and 14. Chapter 13 sandwiched between chapter 12 and 14 of 1 Corinthians. If you don't have love, though if you operate in all gifts of the Spirit, and if you have a mega church, and if you have the wonders and miracles flowing out from your stage, if that filling that gives you value, that is the love of God, if that is missing, there is no use at all. And today we need to confess before the Lord, Lord, give me that love. Give me that love which makes sense all the other gifts of the Spirit. Give me that love which gives and adds value to all the things which I received in the Spirit. If you don't have love, you are just a clanging cymbal and a resounding brass. ഈ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് യേശു ഈ ഭൂമിയിൽ നമുക്ക് കാണിച്ചു തന്നു, കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ ഈ മെസ്സേജിൻ്റെ ഇപ്പോൾ ഞാൻ എടുത്ത ഈ ഭാഗത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഒരു ഡെലിവറൻസ് ഉണ്ടാകണം, ഒരു മിറക്കിൾ നടക്കണം. കാരണം 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സ്നേഹത്തിന് ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യങ്ങളെ ഭയപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും രോഗങ്ങളെ ഭയപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും അനുഭവങ്ങളെ ഭയപ്പെടുന്നുണ്ടോ? ഭയപ്പെടുന്നെങ്കിൽ ആ ഭയത്തിന് എന്തുണ്ട്? ദണ്ഡനമുണ്ട്. ആ ഭയം നമ്മളെ മുറിവേൽപ്പിക്കും. ആ ഭയം നമ്മളെ അസ്വസ്ഥമാക്കും. ആ ഭയം നമ്മളെ ദണ്ഡിപ്പിക്കും. ആ ഭയം നമ്മളെ ഞെരുക്കും. നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല, നമുക്ക് ആരാധിക്കാൻ കഴിയത്തില്ല, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയത്തില്ല. ആ ഭയം എപ്പോഴും നമ്മളെ ഡിപ്രസ്ഡ് ആക്കും. പക്ഷേ ആ സ്റ്റേജിലൂടെ പോകുന്ന ആരെങ്കിലും, ഏതെങ്കിലും ഫിയർ പിശാച് നിങ്ങളുടെ അകത്ത് കൊണ്ടുവന്നിട്ട് ആ അനുഭവങ്ങളിലൂടെ പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവരോട് കർത്താവ് പറയുന്നു, സ്നേഹത്തിൽ ഭയമില്ല. എനിക്ക് എൻ്റെ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒച്ച നന്നായിട്ട് അടയുന്നുണ്ട്. Yeah, I need your valuable prayers. Yes. Because every day, എല്ലാ ദിവസവും മീറ്റിങ്ങുകളും കൗൺസിലിങ്ങും സെഷൻസും പ്രാർത്ഥനയും എല്ലാ മീറ്റിങ്ങിനും പ്രസംഗിക്കണമല്ലോ. കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രേയറിന് കണ്ടിന്യൂസ് ആയിട്ട് 8-9 സെഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു. ദൈവം ബലപ്പെടുത്തി, കർത്താവ് നിർത്തിയിരിക്കുന്നു. 2 കണ്ണുണ്ട് എല്ലാവർക്കും, 2 ചെവിയുണ്ട് എല്ലാവർക്കും, പക്ഷേ 1 തൊണ്ടേ ഉള്ളൂ. 2 കിഡ്നി ഉണ്ട് എല്ലാവർക്കും. പ്രൈസ്, അതാണ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. Need the prayer. I need, please encourage me. Yes. Thank you. ഞാനിത് മലയാളിക്കുള്ളൊരു പ്രശ്നമാണ്. തൊണ്ട പൊട്ടിച്ച് തകർത്ത് പറയുമ്പോൾ അതിനകത്ത് അഭിഷേകം ഉണ്ടെന്നല്ല ചിന്തിക്കുന്നത്. എന്നാലേ ഇവരൊക്കെ അനങ്ങുള്ളൂ. പക്ഷെ
വളരെ ശാന്തമായിട്ട് പറയുമ്പോൾ എല്ലാവരും ഉറങ്ങുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ വചനം ശ്രദ്ധിച്ചോ നിങ്ങൾ? സ്നേഹത്തില് ഭയമില്ല. ഞാൻ വളരെ സ്ട്രെയിൻ എടുത്തായി സംസാരിക്കുന്നത്, ഭയങ്കര സ്ട്രെയിൻ എടുത്താ. അതറിയണമെങ്കിൽ ഇത് നിങ്ങൾക്ക് വരണം, എന്നാലേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. വരാതിരിക്കട്ടെ. സ്നേഹത്തിന് ഭയമില്ല. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. എന്തുകൊണ്ടാണ് ആ സിറ്റുവേഷനെ നിങ്ങൾ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് ആ സാഹചര്യത്തെ നിങ്ങൾ ഭയക്കുന്നത്? There is only one reason. അതിനൊറ്റ കാരണമേ ഉള്ളൂ. ആ കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ബോധ്യം നിങ്ങളുടെ അകത്തില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ബോധ്യം അകത്തുണ്ടെങ്കിൽ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന ചിന്ത അകത്തുണ്ടെങ്കിൽ, ഒരിക്കലും ഈ ഭയത്തിന് നിങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മരണഭീതി നിങ്ങളുടെ അകത്തേക്ക് വരുന്നു. എനിക്കെന്തോ ഒരു രോഗം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു മരണം വരാൻ പോകുന്നു. ആ ഭീതി അകത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാകണം, എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാത്ത, എന്നെ രോഗത്തിന് വിട്ടുകൊടുക്കാത്ത, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ഫീലിംഗ് നിങ്ങളുടെ അകത്ത് വരണം. ഒരു കള്ളപ്രവാചകൻ, ഒരു അസൂയുള്ള ഒരു കള്ളപ്രവാചകൻ നിന്നെ ഡിസ്കറേജ് ചെയ്യാൻ, നിന്നെ ഡൗൺ ആക്കാൻ ഒരു കള്ളപ്രവചനം നിന്നോട് പറയുന്നു. നിന്റെ വീട്ടിൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നു, നിന്റെ പിള്ളേർക്ക് അങ്ങനെ സംഭവിക്കാൻ പോകുന്നു, നിനക്ക് ഇന്നത് സംഭവിക്കാൻ പോകുന്നു. ആ സമയത്ത് നിന്റെ മൈൻഡിൽ വരണം, ഏത് പ്രവാചകൻ ഇനി എന്നൊക്കെ പറഞ്ഞാലും എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പ എനിക്കുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. Hallelujah. Blessed be the name of the Lord. Blessed be the name of the Lord. അമ്മ പറയുന്നു, അപ്പൻ പറയുന്നു, നാട്ടുകാർ പറയുന്നു, കുടുംബക്കാർ പറയുന്നു, നിനക്ക് ജോലി ലഭിക്കാൻ പോകുന്നില്ല, നിനക്ക് ഇനി വഴി തുറക്കാൻ പോകുന്നില്ല, നിന്റെ ജീവിതത്തിൽ ഇനി ഒരു അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നില്ല, നിന്റെ ഭാവി നശിച്ചു എന്ന് നിന്റെ കാതിൽ കേൾക്കുമ്പോൾ നിന്റെ ഉള്ളത്തിൽ നിനക്ക് ചിന്തിക്കാനും ഏറ്റെടുക്കാനും വിശ്വസിക്കാനും കഴിയണം, എൻ്റെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരപ്പ എനിക്കുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുണ്ട്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. പുറത്താകട്ടെ. ജീസസ്. Thank you, Holy Spirit. Lift your hands in heaven. അക്കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോട്ടെ. മാനുവലെ, ആരെങ്കിലും സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ എന്നുള്ള വരികളൊന്ന് പാടിയാട്ടെ. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് overflow the love of God. Overflow the love of God. Thank you precious Jesus. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകുന്ന ദൈവസ്നേഹത്തിന് വൻ കൃപേ. Lift your hands. കരങ്ങളെ ഉയർത്തി. Thank you Jesus. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവ
സ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ. സ്നേഹസാഗരമാ സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. നിത്യസ്നേഹം എന്നെയും തേടി വന്നു. നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ. ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ. മാനപാത്രവും സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. ഒരിക്കൽ കൂടി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടോ. ഇന്ന് പകൽ കേൾപ്പിച്ച ദൈവവചനത്തു ഭാഗം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകും എന്ന് ഇന്നിപ്പോൾ വളരെ ശക്തമേറിയ ദൈവിക സന്ദേശം കർത്താവിൻ്റെ അഭിഷേകത്തിൽ നമുക്ക് കേൾക്കൂടെ തീർന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം കേൾക്കുന്നവർ മാത്രമായി തീരാതെ വേണം അത് ചെയ്യുന്നവരായി തീരുവാൻ ആ വചനത്തിൽ നിലനിൽക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. ഹല്ലേലൂയ. ഈ ദിവസം കർത്താവെ തമ്മിൽ സ്നേഹിക്കുവാൻ ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് ദൈവവചനം നമുക്ക് കേൾക്കൂടെ തീർന്നു. ഹല്ലേലൂയ. സ്നേഹത്തിന് ഭയമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഇന്ന് പകൽ എല്ലാ ഭയവും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങൾ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും ചേർന്ന് അല്പം നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ഭയവും ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. എല്ലാ നിരാശകളും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്താൽ കർത്താവെ അങ്ങനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ട്. കവിഞ്ഞൊഴുകുന്ന ആ ദൈവ സ്നേഹത്തിലേക്ക് എന്നെ നയിക്കണമെന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഫലം കായ്ക്കുന്നതിനായി എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുമെന്ന് ദൈവവചനം നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കേട്ട വചനത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച കർത്താവെ ഈ ദിവസം അങ്ങയുടെ വചനത്തിൽ എനിക്ക് നിലനിൽക്കണം. ഹല്ലേലൂയ. പിശാച് പലവിധമായ തന്ത്രങ്ങൾ കൊണ്ടുവന്ന് കർത്താവെ അങ്ങിൽ നിന്ന് എന്നെ അകറ്റുവാൻ പല തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ പല സമയത്തും കർത്താവ് അത് ഞാൻ വീണ്ടും പോകുന്ന കർത്താവ് ഈ ദിവസം ദൈവ വചനത്തിൽ എനിക്ക് നിലനിൽക്കണമെന്ന് ഒരു നിമിഷം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങ് ദൈവ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് കർത്താവിൻ്റെ ശിഷ്യനായി തീരുന്നത്. ഹല്ലേലൂയ. തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയത്തുള്ളൂ. ഹല്ലേലൂയ. പിതാവ് ദൈവം മഹത്വപ്പെടണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ വളരെ ഫലം കായ്ക്കുന്നവരായി തീരണം. നമ്മൾ ഈ കേട്ട വചനത്തിൽ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. സ്വർഗ്ഗ പിതാവേ, വളരെ
അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. ഇന്നിപ്പോൾ ഞങ്ങളെ കേൾപ്പിച്ച ദൈവ വചനത്തിനായി സ്തോത്രം അപ്പ. ആ വചനത്തുമായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഇന്നിപ്പോൾ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ, വ്യക്തിപരമായി ഞങ്ങളോട് ഓരോരുത്തരോട് അങ്ങ് ഇടപെട്ടതിനായി സ്തോത്രപ്പ. വചനം സംസാരിപ്പ് അങ്ങയുടെ അഭിഷേകത്തിനെ ബലപ്പെടുത്തില്ലോ. നിന്റെ മകനെ അങ്ങയുടെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശബ്ദത്തെ, തൻ്റെ ആരോഗ്യത്തെ അങ്ങയുടെ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. വീണ്ടും ശക്തമായ ദൈവത്തെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തിന് മേലെ ദൈവത്തിൻ്റെ കരം നിന്റെ മകൻ്റെ കൂടെ ഉള്ളതിനായി സ്തോത്രപ്പ. ഇന്ന് ഈ സമയത്ത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം അവരുടെ ജീവിതത്തിന് വലിയ വിടുതലും അനുഗ്രഹത്തിനും കർത്താവ് വചനം കേൾക്കുന്നവർ മാത്രമായി തീരാതെ വേണം അത് ഏറ്റെടുത്ത് അത് സ്വീകരിച്ച് കർത്താവ് വചനപ്രകാരം നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ മക്കളെ ഐശ്വര്യമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദയവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കർത്താവിന് വരവ് താമസമെങ്കിൽ ഈ ശനിയാഴ്ച സ്നാന ശുശ്രൂഷ കൊട്ടാരക്കര ചർച്ചിൽ വെച്ച് നടക്കുന്നു. സ്നാനപ്പെടുവാനായി തീരുമാനമെടുത്തിരിക്കുന്നവർ ദയവായി ഒരു ജോഡി ഡ്രസ്സുമായിട്ട് നിങ്ങൾ കടന്നു വരുവാൻ കർത്തൃനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവം സഹായിക്കുന്ന രാവിലെ 10 മണിക്ക് ബൈബിൾ ക്ലാസ്സും അതിനോട് ചേർന്ന് സ്നാന ശുശ്രൂഷ ഉണ്ടാകും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നാളെ മുതൽ രാവിലെ 11 മണിക്ക് കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷ ചർച്ചിൽ വെച്ച് നടക്കുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും കടന്നു വന്ന ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാവുന്നതാണ് എന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ആശീർവാദത്തോടെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താലുള്ള മുദ്രയും ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന സകല കുടുംബങ്ങളുടെ മേലും വചനം സംസാരിച്ച കർത്താവിൻ്റെ അഭിഷേകത്തിന്മേലും കുടുംബത്തിന്മേലും ഭൂലോകമ്പാടും സകല വിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.